നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടിനു വേണ്ടി മതേതര നിലപാടിൽ മായം ചേർക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏങ്ങണ്ടിയൂർ ആയിരംകണ്ണി ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തിന് കൊടിയേറി. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ CC മുകുന്ദൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്ക് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് UDF കയ്പമംഗലത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടിനു വേണ്ടി മതേതര നിലപാടിൽ മായം ചേർക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയത വിളമ്പുന്നവരെ പൊന്നാട അണിയിച്ചുകൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി മതേതര കേരളത്തിന്റെ ശക്തി എന്തെന്ന് നാളെ തിരിച്ചറിയും. വർഗീയതയെ താലോലിക്കുന്നവർ നാളെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലാകുമെന്ന് VD സതീശൻ കൂട്ടിച്ചേർത്തു. പുതുയുഗ യാത്രയുടെ തൃപ്പയാറിലെ സ്വീകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു VD സതീശൻ. UDF നേതാവ് CP ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ അനിൽ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. AICC സെക്രട്ടറി TN പ്രതാപൻ, KPCC കോർ കമ്മിറ്റി അംഗം ഷാനിമോൾ ഉസ്മാൻ, രാഷ്ട്രീയ കാര്യസമിതി അംഗം VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് ജോസഫ് ടജൻ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ ജോസ് വള്ളൂർ, MP വിൻസെന്റ്, KV ദാസൻ, KB ശശികുമാർ, KPCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്ട്, രാജേന്ദ്രൻ അരങ്ങത്ത്, KPCC മുൻ ട്രഷറർ KK കൊച്ചു മുഹമ്മദ്, സുനിൽ ലാലു, K ദിലീപ് കുമാർ, VR വിജയൻ, ഹാറൂൺ റഷീദ് എന്നിവർ പ്രസംഗിച്ചു. തൃപ്പയാർ കിഴക്കേ ആത്മാവ് പരിസരത്ത് നിന്ന് VD സതീശനെ സംഘാടക സമിതി സ്വീകരിച്ചാനയിച്ചു. മുത്തുകുടകളും വാദ്യഘോഷവും കാവടിയാട്ടവും താളത്തിന്റെ വീരനാട്യവുമായാണ് പുതുയുഗ യാത്രയെ തൃപ്പയാറിൽ സ്വീകരിച്ചത്. വൻ ജനാവലിയുടെ സാന്നിധ്യം പുതുയുഗ യാത്രയിൽ ഉണ്ടായിരുന്നു. ആ പദ്ധതി നടപ്പാക്കുമ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ 1/3 തീരപ്രദേശത്തെ സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടി റിസർവേഷൻ ചെയ്തു കൊടുക്കും. അത് അവരുടെ പദ്ധതിയാണ്. അവരുടെ മക്കളെ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അവരുടെ തീരപ്രദേശത്തെ ജനങ്ങളുടെ സ്വന്തം പദ്ധതിയാക്കി കൂടി അതിനെ മാറ്റും. ഏത് പ്രദേശത്ത് വികസനം വന്നാലും അവിടുത്തെ ജനങ്ങൾക്ക് ജീവിത നിലവാരം ഉയർത്തണം. ആ വികസനം ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ, ഒരു സ്ഥലത്ത് വികസനം വന്നു, അവിടെ കുറെ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് വന്നു, കുറെ കെട്ടിടങ്ങൾ വന്നു, ഭയങ്കര വികസനം എന്ന് പറയും. അവിടെ ജീവിച്ച മനുഷ്യൻ എങ്ങോട്ട് പോയെന്ന് ആരും അന്വേഷിക്കാറില്ല. അവർ തെരുവിലാണോ അവർ ചേരിയിലാണോ എന്ന് അന്വേഷിക്കാറില്ല. നമ്മുടെ വികസന സ്വപ്നങ്ങൾക്ക് അനന്തമായ മാനങ്ങളാണുള്ളത്. സാധാരണക്കാരനെയും പാവപ്പെട്ടവരെയും തെരുവിലേക്കും ചേരിയിലേക്കും വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു വികസനവും കേരളത്തിൽ ഉണ്ടാവില്ല. അത് വേണ്ടാവോ, ആ വികസനം നമുക്ക് വേണ്ട. അല്ലാതെ അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനമാണ്. ഏങ്ങണ്ടിയൂർ ആയിരംകണ്ണി ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തിന് കൊടിയേറി. ബ്രഹ്മശ്രീ നാരായണൻകുട്ടി തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ഉത്സവാഘോഷ പരിപാടികൾ ഫെബ്രുവരി 18 മുതൽ 26 വരെ നടക്കും. ഫെബ്രുവരി 22 രാവിലെ പൊങ്കാല സമർപ്പണം, ഫെബ്രുവരി 24 പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും. മഹോത്സവ ദിനമായ ഫെബ്രുവരി 25 രാവിലെ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രഭാത ശിവേലി, ഉച്ചതിരിഞ്ഞ് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 31 ഗജവീരന്മാരും പങ്കെടുക്കും. തൃപ്പയാർ അനിയന്മാരുടെ നേതൃത്വത്തിൽ 101 മേള കലാകാരന്മാർ പങ്കെടുക്കുന്ന ചെണ്ടമേളം അകമ്പടിയേകും.
അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്ക് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പെലിയടത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ടീച്ചർ, AV ശ്രീവത്സൻ, സിദ്ധാർത്ഥൻ കളത്തിൽ, ശാലിനി സന്ദീപ്, CL ജോബി, ബിജു അണ്ടേഴത്ത്, AB സ്വാഗത്, റഹ്മത്ത് ഷമീർ, സെക്രട്ടറി O ശോഭ, രമേശ് കേശവൻ, BPC ഡോക്ടർ ഉമാദേവി, MK സതീശൻ, KV രാജേഷ്, KB രാജീവ്, രാഗി പ്രദീപ്, ദിലീപ് കുമാർ, TK മാധവൻ, ഷാഹുൽ അന്തിക്കാട്, രാംകുമാർ കാട്ടാനി, റിനി ജോസ് K എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങ് എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ അനുഭവമാണ്. ഈ സ്കൂളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ആദ്യം പഠിക്കാൻ ഒരു സൗകര്യം കിട്ടിയ സ്കൂള്, അതുപോലെ തന്നെ PTA പ്രസിഡന്റ് ആവാൻ കഴിഞ്ഞ സ്കൂള്, PTA പ്രസിഡന്റായിരുന്ന സമയത്താണ് ഇവിടെയുള്ള റൂം നമ്മുടെ രക്ഷിതാക്കളോട് ഇരുന്ന് അവരെ സമയം കഴിക്കുന്നതിന് വേണ്ടിയുള്ള റൂം പണിയാൻ കാര്യം ഞാൻ PTA പ്രസിഡന്റുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ചുറ്റുമതി, ഈ മതിൽ ഇപ്പോൾ കിട്ടിയതാണ്, ചുറ്റുമതി പണിയുന്നതിന് ആവശ്യമായ ഫണ്ട് CK ചന്ദ്രപ്പൻ MP അനുകരിച്ച് പണിതതാണ്. അപ്പോൾ ഈ സ്കൂളിനെ കുറിച്ച് പഴയ കാലം മുതൽ തന്നെ എൻ്റെ ജീവിതം, ഞാൻ എൻ്റെ ജീവിത കഥയിൽ പറയുന്നത് എൻ്റെ ജീവിതം ഈ സ്കൂളിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് UDF കയ്പമംഗലത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി. വഴിയമ്പലത്ത് നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചത്. തുടർന്ന് കയ്പമംഗലം ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ സമ്മേളനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബെഹന്നാൻ MP, AICC ജനറൽ സെക്രട്ടറി TN പ്രതാപൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BRM ഷഫീർ, സോണിയ ഗിരി, MK അബ്ദുൾ സലാം, UDF നിയോജക മണ്ഡലം ചെയർമാൻ SA സിദ്ദിഖ്, കൺവീനർ PS മുജീബ് റഹ്മാൻ, DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, TM നാസർ, PMA ജബ്ബാർ, CC ബാബുരാജ്, KF ഡൊമിനിക്, അഡ്വക്കേറ്റ് PH മഹേഷ്, PK ഷംസുദ്ദീൻ, സജീവ് വയനപ്പിള്ളി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി CA അബ്ദുൾ ജലീൽ, RSP നേതാവ് MP ജോബി, കേരള കോൺഗ്രസ് നേതാവ് ഇസ്മായിൽ സെയ്ദ് മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സുനിൽ P മേനോൻ, PB മൊയ്തു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കയ്പമംഗലം, KSU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ്, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ K അഫ്സൽ, ഇസഹാഖ് ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാം തകർത്തു. സപ്ലൈകോ തകർത്തു. KSCB 50,000 കോടി കടമായി. ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ലക്ഷം കോടി കടമായി. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. KSRTC തകർത്തു. ക്ഷേമനിധികൾ തകർത്തു. എല്ലായിടത്തും ബാധ്യതകളുടെ കൂമ്പാരം. നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ ഇനി വെറും പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ്. എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം നമുക്ക് വിജയിക്കാം. എവിടെയെല്ലാം ഈ സംസ്ഥാനത്തെ അവർ തകർത്തു തരിപ്പണമാക്കി അവിടെയെല്ലാം കേരളത്തെ നമുക്ക് പുനർജനിപ്പിക്കണം. അതാണ് നമ്മുടെ വെല്ലുവിളി. ഞാൻ നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞ 2 വർഷക്കാലമായി കഠിനാധ്വാനം നടത്തി ഗവേഷണ തുല്യമായ ഗൃഹപാഠം ചെയ്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി ആലോചിച്ചു ഈ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ ഒരിക്കലും ഒരു മുന്നണിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ചെയ്യാത്ത തയ്യാറെടുപ്പോടുകൂടി സർവസന്നാഹത്തോടുകൂടി എല്ലാത്തിനും ബദൽ പരിപാടികളുമായിട്ടാണ് UDF വരുന്നത്. ഇവർ തകർത്തെറിഞ്ഞ സമ്പദ് വ്യവസ്ഥ നമ്മൾ പുനരുജ്ജീവിപ്പിക്കും. നമുക്കതിന് പരിപാടികളുണ്ട്. കൃത്യമായ ധനകാര്യ മാനേജ്മെന്റ്, നമുക്ക്
തന്ത്രപൂർവമായ നികുതി ഭരണം, ഖജനാവിന്റെ ചോർച്ച അടയ്ക്കാൻ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ നിരവധി പദ്ധതികൾ. നമ്മളിപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിലെ ഖജനാവ് പണം കൊണ്ട് നിറയ്ക്കും, പണം കൊണ്ട്. അതാണ് ഒരു ഗവൺമെന്റിന്റെ ആദ്യത്തെ ജോലി, പ്രൈം ഡ്യൂട്ടി. അതാണ് പണം ഉണ്ടാക്കാതെ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് വെച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയാൽ എന്ത് വിശ്വാസ്യത. പെരിഞ്ഞനം ലയൺസ് ക്ലബിൽ കുടുംബ സംഗമവും DG വിസിറ്റും നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഹരിദാസ് ആലേക്കാരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുധീഷ്, റീജിയണൽ ചെയർമാൻ പ്രസന്നൻ തറയിൽ, AS ജോസഫ്, RM സക്കറിയ, സീമ സക്കറിയ, രജനി ഉണ്ണി, വ്യാസ ബാബു, വിമൽ വേണു, ബിച്ചു പുറത്തൂർ, P പവിത്രൻ എന്നിവർ സംസാരിച്ചു. First of all, I like to congratulate Lions Club of Perijam for adding 21 members here. 21 members ചേർത്തുകൊണ്ടാണ് ഈ വർഷം അതിഗംഭീരമായിട്ട് ഈ പ്രസ്ഥാനം, ഈ ക്ലബ്ബ് നീങ്ങുന്നുണ്ട്. That's why the land member, the president, who is going to be created history here, and Haridas Alekaran, who received the international, received the pin from the international president land APC. വലിയ സംഭവം. ഒരു കറണ്ട് പ്രസിഡന്റ്, ഒരു കറണ്ട് ഇന്റർനാഷണൽ പ്രസിഡന്റിന് ഒരു അവാർഡ് വാങ്ങുക ഇറ്റ്സ് എ റയർ ഓപ്പർച്യൂണിറ്റി അല്ലേ. ഒന്നാമത് 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ, ഇന്റർനാഷണൽ പ്രസിഡന്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അങ്ങനെ അവർ വരുന്ന ഒരു വർഷത്തില് നിലവിലുള്ള ഒരു പ്രസിഡന്റ്, ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ അവാർഡ് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഏതൊരു വ്യക്തിക്ക് വന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റയറാണ്. ചടങ്ങാട് നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 30 വർഷമായി നടത്തിവരുന്ന റംലാനിലെ ജീരക കഞ്ഞി വിതരണം ആരംഭിച്ചു. ചളിങ്ങാട് സെന്റർ ഖത്തീബ് അബൂബക്കർ സിദ്ദിഖി പ്രാർത്ഥന നിർവഹിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഖാദർ ചൂലുകാരൻ, വൈസ് പ്രസിഡന്റ് അബൂബക്കർ കറപ്പം വീട്ടിൽ, വാർഡ് മെമ്പർ PM സൈനുദ്ദീൻ, ഹൈദരാലി തട്ടാർക്കുഴി, കമ്മിറ്റി ഭാരവാഹികളായ ഹനീഫ പുതിയ വീട്ടിൽ, അബൂബക്കർ പുതിയ വീട്ടിൽ, ഉസ്മാൻ ഹാജി, അബൂബക്കർ ഹാജി, TS നജീബ്, മെഹബൂബ്, ഇസഹാഖ്, ഹുസൈൻ, മനാഫ്, ഹനീഫ, ഷമീർ, മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സംബന്ധിച്ചു. പുതുയുഗ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ നേർന്ന് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കേരളത്തെ വീണ്ടെടുക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് നാട്യ നിയോജക മണ്ഡലത്തിന്റെ സ്വീകരണ സ്ഥലമായ തൃപ്പയാറിലേക്ക് അഭിവാദ്യം അർപ്പിച്ച് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുമായി തൃപ്പയാർ കിഴക്കേനടയിൽ നിന്നും റാലിയായി തൃപ്പയാർ സെന്ററിൽ എത്തിച്ചേർന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തറയൻ നേതൃത്വം നൽകി. ഭൂമിയുടെ കൈവശാവകാശ രേഖ ലഭിക്കുന്നതിന് 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പുനയൂർകുളം കുടിക്കാട് വില്ലേജ് ഓഫീസിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ MP വിനോദിനെ വിജിലൻസ് സംഘം പിടികൂടി. വില്ലേജ് ഓഫീസർ പരാതിക്കാരനോട് വിലപേശുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പണം ചാക്കിലോ പേപ്പറിലോ പൊതിഞ്ഞ് സീറ്റിന് പുറകിലേക്കിടാൻ വില്ലേജ് ഓഫീസർ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. DYSP ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് വില്ലേജ് ഓഫീസറെ പിടികൂടിയത്. പെരുമ്പലാവ് അൻസാർ സ്ക്രൗഡ് സ്കൂളിൽ മോഷണം. മേശകളിലെ വലിപ്പുകൾ തകർക്കുകയും സാധനങ്ങൾ വലിച്ചുവാരിയിടുകയും ചെയ്തു. പ്രിൻസിപ്പാളിന്റെ മേശയുടെ മുകളിൽ കുട്ടികൾ പഠിക്കട്ടെ എന്നൊരു കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ട്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 2,000 രൂപ നഷ്ടപ്പെട്ടതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കുന്നംകുളം SI TP ജാബറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാഴക്കോട് BRDക്ക് സമീപം നിയന്ത്രണം വിട്ട് ഇരുചക്രവാഹനം മരത്തിലിടിച്ച് യുവാവ് മരിച്ചു. ആറ്റൂർ സ്വദേശി ഭഗവതി കുന്നുവീട്ടിൽ കുഞ്ഞൻ മകൻ 25 വയസ്സുള്ള സരാജാണ് മരിച്ചത്. പുലർച്ചെ 1:30 ഇയാൾ ഓടിച്ചിരുന്ന ഇരുചക്രവാഹനം റോഡരികിലെ മരക്കുറ്റിയിൽ ഇടിച്ചാണ് അപകടം. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പേരാമ്പ്ര നാടുകുന്നിൽ പിക്കപ്പ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി ബാലാജി എന്ന ബാലമുരുകനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. കൊടകര ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബാലമുരുകനും ഭാര്യ അഞ്ജലിയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. ഉടനെ ഇരുവരെയും ചാലക്കുടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബാലമുരുകന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യ അഞ്ജലിക്ക് നിസ്സാര പരിക്കേറ്റു. ഇരുവരും കൊടകരയിലെ ഹോട്ടൽ ജീവനക്കാരാണ്. പുതുക്കാട് ബാറിൽ സംഘർഷമുണ്ടാക്കിയ വാഹനങ്ങൾ തകർത്ത സംഘത്തിലെ 4 പേർ പിടിയിൽ.
കൊടകര ഉഴുമ്പുത്തുകുന്നു സ്വദേശി വിഷ്ണു, വാസുപുരം സ്വദേശി ആയുഷ്, ചാലക്കുടി സ്വദേശി ജോർജ്, കുറ്റിക്കാട് സ്വദേശി അജിത്ത് എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. ബാറിലേക്ക് വന്ന ഓട്ടോ വിളിച്ചിട്ട് പോകാത്തതിലുള്ള വൈരാഗ്യത്താൽ ഡ്രൈവറായ മോഹനനെ സംഘം മർദ്ദിക്കുകയായിരുന്നു. ഇത് കണ്ട് പിടിച്ചുമാറ്റാൻ ചെന്ന പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി തങ്കപ്പനെ യുവാക്കൾ മർദ്ദിച്ചു. മർദ്ദനത്തിൽ മുഖത്ത് പരിക്കേറ്റ തങ്കപ്പന്റെ പല്ലുപോയി. തങ്കപ്പനെ ആക്രമിക്കുന്നത് കണ്ട് ഇടപെട്ട പുതുക്കാട് സ്വദേശി തൃക്കൂക്കാരൻ വീട്ടിൽ ബിജോയെ യുവാക്കൾ ബിയർ കുപ്പി കൊണ്ട് കുത്തുകയായിരുന്നു. വയറ്റിൽ കുത്തേറ്റ ബിജോ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിനുശേഷം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇവർ ബാർ കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾ മറിച്ചിടുകയും ലൈറ്റ് കാലുകൾ നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ബാറിന് പുറത്തിറങ്ങിയ സംഘം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനുകളുടെ ചില്ലുകൾ കല്ലുകൊണ്ട് എറിഞ്ഞു തകർക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടിനു വേണ്ടി മതേതര നിലപാടിൽ മായം ചേർക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏങ്ങണ്ടിയൂർ ആയിരംകണ്ണി ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തിന് കൊടിയേറി. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ CC മുകുന്ദൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്ക് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് UDF കൈപ്പമംഗലത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.